ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജി സെറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് ഹേർട്ടിങ് അതേഴ്സ്. എങ്ങനെയാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുക? ആദ്യമേ തന്നെ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഒരിക്കലെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് കാരണം അവർക്ക് വേദനിക്കേണ്ടി വന്നിട്ടുണ്ടോ? ആ ഒരു ബന്ധം തകർന്നിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ ഒരാള് നിങ്ങളോട് പറഞ്ഞ വാക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു തീരാ വേദനയായി നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വാള് കൊണ്ടുള്ള മുറിവ് ഒരിക്കലും അത് ഭേദമാകും, ശരിയല്ലേ? പക്ഷേ വാക്കുകളുടെ മുറിവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അത് നിലനിൽക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ആശയവിനിമയം നടത്താനായിട്ട് നമുക്ക് പറ്റും. കാരണം നല്ല ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു കഴിവ് മാത്രമല്ല. നമുക്കൊരു ചെറിയ കഥ കേട്ടാലോ? ഒരു ഗ്രാമത്തില് വളരെ ദേഷ്യമുള്ള ഒരു 12 വയസ്സായ ഒരു ബാലൻ ഉണ്ടായിരുന്നു. അജ്മൽ എന്നായിരുന്നു അവന്റെ പേര്. അവൻ എപ്പോഴും ദേഷ്യമാണ്. എന്തെങ്കിലും ചെറിയ കാര്യം കേട്ട് കഴിഞ്ഞാൽ പോലും ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കും, ദേഷ്യത്തോടു കൂടി സംസാരിക്കും, ആളുകളെ വേദനിപ്പിക്കും. ഇതൊക്കെ അവന്റെ സ്വഭാവമായിരുന്നു. ഒരു ദിവസം അവന്റെ അച്ഛൻ അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് കുറെ ആണികൾ, ഒരു ബാഗ് നിറച്ച് ആണികൾ അവന് കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഇന്ന് മുതൽക്ക് എല്ലാ ദിവസവും നിനക്ക് ദേഷ്യം വരുന്ന സമയത്തെല്ലാം ഇതിൽ നിന്ന് ഓരോ ആണിയെടുത്ത് നമ്മുടെ വീടിന്റെ പിൻഭാഗത്തുള്ള ആ മരത്തിന്റെ ചുവട്ടില് ഓരോ ആണി വീതം അടിച്ചു വെക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പിറ്റേ ദിവസം അവൻ 37 ആണികൾ അവൻ അടിച്ചു. പിന്നെ അവൻ അടുത്ത ദിവസം തൊട്ടിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി ദേഷ്യത്തെ. അപ്പൊ ആണികളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കുറഞ്ഞു വന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തീരെ ആണികളൊന്നും അടിക്കാണ്ടായി. അങ്ങനെ അവൻ അച്ഛന്റെ അടുത്തെത്തി. അവൻ വളരെ സന്തോഷത്തോടെ അച്ഛനോട് പറഞ്ഞു, ഇതാണ് സംഭവിച്ചത്, ഇത്രയും ആണികളാണ് എനിക്ക് അടിക്കാനായിട്ട് കഴിഞ്ഞത് എന്നവൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇനി നാളെ മുതൽക്ക് നിനക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്ന ഓരോ സമയവും ഓരോ ആണികളായിട്ട് നീ ഊരിയെടുക്കുക എന്ന് പറഞ്ഞു. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്ന സമയത്ത് ഓരോ ആണിയായിട്ട് ഊരിയെടുക്കാനായിട്ട് പറഞ്ഞു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അവൻ എല്ലാ ആണിയും ഊരിയെടുത്തു. അജ്മല് വളരെ അഭിമാനത്തോടെ അച്ഛനെ വിളിച്ചു. അച്ഛൻ അവനെ ആ മരച്ചുവട്ടില് കൊണ്ടുപോയി. എന്നിട്ട് അവൻ പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ ഒരു ആണികളും ഇവിടെ ഇല്ല. പക്ഷെ ഇപ്പോഴും ആ ആണികൾ ഊരിയെടുത്ത ഹോളുകൾ അവിടെ ഉണ്ട്. ആ ദ്വാരങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. മകനെ, നമ്മുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, നമ്മൾ ആൾക്കാരോട് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ഈ ഹോള് പോലെ, ഈ ഒരു ദ്വാരം പോലെ അത് ആൾക്കാരുടെ മനസ്സിൽ അവിടെ തന്നെ ഉണ്ടാവും. പിന്നീട് നമ്മൾ എത്ര ക്ഷമിക്കണമെന്ന് പറഞ്ഞാലും, നമുക്ക് ക്ഷമിച്ചു തരണമെന്ന് പറഞ്ഞാലും ചില മുറിവുകൾ മനസ്സിൽ അവശേഷിക്കും. ആ ദിവസം അജ്മൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിച്ചു. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്നുള്ളത്. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് 3 ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. ഒന്നാമത്തെ കാര്യം, ഇത് സത്യമാണോ? നമ്മളൊരു കാര്യം കേട്ടിയെങ്കിൽ അത് കേട്ട പാടെ തന്നെ വേറൊരാളോട് പറയാനായിട്ട് നിൽക്കരുത്. അതൊന്ന് സ്ഥിരീകരിക്കുക. ഇത് സത്യമാണോ എന്ന് നമ്മളോട് ചോദിക്കുക. അത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം നമ്മൾ വേറൊരാളിനോട് പറയാനായിട്ട് നിൽക്കുക. രണ്ടാമതായിട്ട്, ഇത് ആവശ്യമാണോ എന്ന് ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും പറഞ്ഞു നടക്കണമെന്നില്ല, അല്ലേ? എല്ലാ സത്യവും, ഇനി സത്യമാണെങ്കിൽ പോലും എല്ലാ സത്യവും പറയേണ്ടതില്ല. ചില സത്യങ്ങളൊക്കെ നമ്മൾ പറയാതെ വിടുന്നതാണ് എപ്പോഴും നല്ലത്. മൂന്നാമതായിട്ട് ചിന്തിക്കാനുള്ളത്, നമ്മൾ ഈ പറയുന്ന കാര്യം സ്നേഹത്തോടെ പറയാനായിട്ട് കഴിയുമോ? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്ന്, ഞാനൊരു കാര്യം പറയാണ് ഒരാളിനോട്, ഞാനൊരു കാര്യം പറയാണ്, നിനക്കൊന്നും അറിയില്ല. ഇത് വേറൊരു രീതിയിൽ, അവരെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ പറയാം? നമുക്ക് അവരോട് പറയാൻ പറ്റും, ഇത് വേറൊരു രീതിയിൽ ചെയ്താൽ ഇത് കുറച്ചുകൂടി നന്നാവും. ആ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. ഇത് രണ്ടിനും ഒരേ ലക്ഷ്യമാണല്ലേ?
ഇത് നിനക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതും ഇത് വേറൊരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി മെച്ചപ്പെട്ടതാക്കാം എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യാസം ഉണ്ടല്ലേ. ആ ആളിന്റെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മുടെ എയിം ഒന്നാണ്, പക്ഷെ നമ്മൾ പറയുന്ന രീതികൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ആദ്യം കേൾക്കാനായിട്ട് നമ്മൾ പഠിക്കുക. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്തെന്നറിയോ? നമ്മൾ എപ്പോഴും പെട്ടെന്ന് മറുപടി പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ കാത്തിരിക്കേണ്ടുന്നത് കേൾക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഒരു നല്ല ആശയവിനിമയം നടത്തുന്ന ആള് ഒരിക്കലും ഒരുപാട് അങ്ങ് സംസാരിക്കുന്ന ആളല്ല. അവരെപ്പോഴും കൂടുതൽ കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന ആളാണ്. എല്ലായ്പ്പോഴും ഒരു നിമിഷം നിങ്ങൾ നിശബ്ദരായി അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പല പ്രശ്നങ്ങളും ഉപദേശം കൊണ്ടല്ല പരിഹരിക്കപ്പെടുന്നത്, അത് കേൾക്കാനായിട്ട് തയ്യാറാവുന്ന മനസ്സുകൾ, അവിടം കൊണ്ടാണ് അത് പരിഹരിക്കപ്പെടുന്നത്. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാനുള്ളത്? നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് ശരിയായി വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം വരുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ലോ നിങ്ങൾ അപ്ലൈ ചെയ്തേ. പോസ് ബിഫോർ യു സ്പീക്ക്. നിങ്ങളൊരു ആഴത്തിൽ ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തേ. 10 വരെ ഒന്ന് എണ്ണിക്കേ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേ. ഇതൊക്കെ നമുക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന സംഭവങ്ങളാണ്. ഇത് വലിയ എന്താ പറയാ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല അല്ലേ. അതിനുശേഷം മാത്രം നിങ്ങൾ സംസാരിക്കുക. കാരണം 1 മിനിറ്റിലെ ദേഷ്യം എന്ന് പറയുന്നത് വർഷങ്ങളായുള്ള നമ്മുടെ നല്ല ബന്ധത്തെ നമുക്ക് തകർക്കാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചേ, വാദം ജയിക്കണോ ബന്ധം ജയിക്കണോ എന്നുള്ള കാര്യം. നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ ഓരോ തവണയും ഞാൻ ശരിയാണ് എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഒരു ബന്ധം സംരക്ഷിക്കാനായിട്ട്, ഒരു വാദം തോൽക്കാനായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഒരു വാദം തോൽക്കുക എന്ന് പറയുന്നത് ഒരു വിജയമാണ്, ഒരു യഥാർത്ഥ വിജയം. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ അഹങ്കാരം ജയിച്ചാൽ നിങ്ങളുടെ ബന്ധം തോൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങളുടെ സ്നേഹം വിജയിച്ചാല് നിങ്ങൾ രണ്ടുപേരും വിജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നു മുതൽ നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കേൾക്കൂ, ചിന്തിക്കൂ, ബഹുമാനിക്കൂ, ശാന്തമായി സംസാരിക്കൂ, അതുപോലെ തന്നെ സ്നേഹത്തോടെ അവസാനിപ്പിക്കുക. ഈ 5 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ശബ്ദം ചിലപ്പോൾ ആളുകൾ മറന്നേക്കാം, പക്ഷേ നിങ്ങൾ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതവർ ചിലപ്പോൾ അവസാനം വരെയും കൊണ്ട് നടന്നേക്കാം. അതവർ ഒരിക്കലും മറക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും മറ്റൊരാൾക്ക് പ്രതീക്ഷയാണ് നൽകേണ്ടത്. ഒരിക്കലും നമ്മുടെ വാക്കുകൾ മറ്റൊരാൾക്ക് ഒരു മുറിവ് നൽകരുത്, ഒരു പ്രചോദനം നൽകട്ടെ നമ്മുടെ വാക്കുകൾ. നിരാശയല്ല നമ്മൾ ഒരാളിന് കൊടുക്കേണ്ടത്. നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു വേർഡ് മാത്രം എഴുതൂ, സ്നേഹം. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ജീവിതവും ബന്ധങ്ങളും വിജയവും ഒക്കെ കൂട്ടിച്ചേർക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി തീർച്ചയായിട്ടും റൈസ് വിത്ത് ഷജീസ് ഇൻസ്പയർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വാക്കുകൾക്ക് ജീവൻ മാറ്റാനുള്ള ശക്തിയുണ്ട്. അതിനാൽ എപ്പോഴും സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചു മാത്രം സംസാരിക്കുക. സംസാരിക്കുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ട് നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ആ സ്നേഹത്തിലൂടെ നമ്മൾ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ആ ബന്ധങ്ങളെ എന്നും നിലനിർത്തുന്ന രീതിയിലുള്ള സംസാര ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. വീണ്ടും ഒരു പുതിയ സബ്ജക്റ്റുമായി നമുക്ക് നാളത്തെ വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ. Thank you for watching my video. Thank you.